ഹലോ എവ്രി വൺ. ഇന്ന് എനിക്കൊരു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് എങ്ങനെ, നൈറ്റ് ഷിഫ്റ്റും ഫുൾ നൈറ്റ് ഷിഫ്റ്റ് കാണിക്കാനൊന്നുമില്ല. ബിക്കോസ് പകുതി സമയവും പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ വേണ്ട, ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നത്. അതായത് എൻ്റെ ഡ്യൂട്ടിയുടെ അവസാന ഭാഗം തൊട്ട് പിന്നെ എൻ്റെ നെക്സ്റ്റ് ഡേ ഈവനിങ് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. എന്താ, എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷേ അവിടെ എവിടെയും കുറച്ച്. ബിക്കോസ് ഞാൻ കാണിക്കാത്ത ഭാഗങ്ങളിൽ ഞാൻ ഒന്നെങ്കിൽ ഉറങ്ങുമായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഞാൻ ബിസി ആയിരുന്നിരിക്കും. പിന്നെ ഞാൻ ഒരു സിനിമ കണ്ടായിരുന്നു, ആ സമയമൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാത്തത്. ബാക്കി പറ്റുന്ന പോലെ എല്ലാ കെയോട്ടിക് സിറ്റുവേഷൻസും നിങ്ങളിതിൻ്റെ അകത്ത് കാണും. ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒരു നേഴ്സ്, ഒരു അമ്മ എങ്ങനെയാണ് ജീവിക്കുന്നത്, എസ്പെഷ്യലി ഇൻ എ ഡിഫറെൻറ്റ് കൺട്രി വിത്തൗട്ട് എനിവൺ ടു ഹെൽപ്പ്. അതാണ് സംഭവം. കടയിലെ പണിയായുധങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രേ എടുത്ത് എല്ലാം എടുത്തുകൊണ്ട് പോകണം. ഇത്ര എണ്ണ എൻ്റേതുള്ളൂ. ഇത് ഫുള്ളില്ല, ഇത് ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തേക്കുന്നതാണ്. എങ്ങാനും കിട്ടിയില്ലെങ്കിൽ തിരിച്ചോടാൻ വയ്യാത്തതുകൊണ്ട് ഇതൊക്കെ എക്സ്ട്രാ എടുത്തേക്കുന്നതാണ്. പക്ഷേ 5 പേരുടെ ബ്ലഡ് എടുക്കാനുണ്ട്. എനിക്ക് മൊത്തം 7 പേഷ്യൻ്റാണ്, അതിൽ 5 പേർക്കും ബ്ലഡ് ഉണ്ട്. അത്രേ. മണിയാവാൻ പോകുന്നു. ഞാൻ എൻ്റെ മെഡിസിൻസ് തുടങ്ങാൻ പോവുകയാണ്. ബ്ലഡ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞ് എന്നെ അനീഷ് വന്ന് കൂട്ടിയിട്ട് പോവുകയാണ്. കുഞ്ഞിനെയും കൊണ്ടാണ് വരുന്നത്. എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവന് ഡ്യൂട്ടിക്ക് പോകണം. മക്കളമ്മ go go go. Taku, ഓടി പോയി തക്കുന് ഡൈപ്പ് എടുക്കാമോ? ഡൈപ്പ് കം, let's go change. വൈ അങ്ങോട്ട് വഴക്കാണോ? മാമയുടെ കൂടെ അച്ഛനൊന്നും വാച്ചാൻ പാടില്ല. മമ്മിയും ചക്കി ബ്രഷ് ചെയ്യാൻ പോവാണേ. യെസ്, നമ്മള് ബ്രഷ് ചെയ്യാം. ഹലോ ഗായ്സ്. ചെല്ല കുട്ടിയാണ്. ഓക്കെ, വി ആർ ഗോയിങ് ഡൗൺ. ഇത് മമ്മയുടെ ചെല്ല കുട്ടിയാണ്, ജീവകുട്ടി. ഓക്കെ, വി ആർ ഗോയിങ് ഡൗൺ. Isha Pa. Look at Isha Pa. That is Isha Pa. Here. Yes. മമ്മയും ചക്കി മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ എന്താ വേണ്ടത്? എന്ത് വേണം? You want to have Bix, baby Bix? No, Bix. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോഴാണ് സൗണ്ട് കേട്ട് ഞാൻ എണീറ്റ് നോക്കുമ്പം എൻ്റെ മോള് ടി വിയും കണ്ടിങ്ങനെ ഇരിക്കുക. ഏതോ കാറിൻ്റെ വീഡിയോ ഒക്കെ എൻജോയ് ചെയ്ത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷ് ഇടയ്ക്ക് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു സിനിമ കാണാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ.
അതാ പിന്നെ ഞാൻ ധൈര്യമായിട്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ പോയി കിടന്നത്. അവളെ ടി വി കാണാനൊക്കെ എത്തി വെച്ച് ഞാൻ പോയി കിടന്നു. ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സോഫയിൽ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇവളിവിടെ ഇരുന്ന് ടാബിൽ നോക്കുവോ കളിക്കുകയോ ഒക്കെ ആയിരുന്നു. അതിനിടയിൽ അനീഷ് ഒന്ന് വന്നു. അപ്പം ഇവൾക്ക് പനിയുണ്ടായിരുന്നു. അപ്പം പനിച്ചത് കാരണം പാരസിറ്റമോളൊക്കെ കൊടുത്ത് അവൾ ഉറങ്ങുന്നില്ല. എന്നിട്ട് അവൾക്ക് പിസ്സ വേണമെന്ന് കിടന്ന് ഭയങ്കര ബഹളം. പനിയുള്ള അവൾക്ക് പിസ്സ വേണമെന്ന് ഭയങ്കര ബഹളം ഈ കൊച്ചു ബീക്കറി. അപ്പം ഞങ്ങൾ ഒരു പിസ്സ വാങ്ങിച്ച് കഴിച്ചു. ഇത് ഊബർ ഈറ്റ്സിൽ ഓർഡറാക്കി അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നെറ്റ്ഫ്ലിക്സിലുള്ളത് കണ്ടു. ഭയങ്കര മടി എണീക്കാൻ. ഞങ്ങൾക്കൊക്കെ ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അതും എനിക്ക് ജലദോഷമായിട്ടല്ല, എനിക്ക് ഭയങ്കര വേദന ഇവിടെ തലയുടെ പുറകിലൊക്കെ. ഞാൻ ഇച്ചിരി ചോറ് വെക്കുക. ചോറൊക്കെ വെച്ച് അനീഷ് പറഞ്ഞു നമുക്ക് ഒന്ന് വൈകിട്ട് സിനിമയ്ക്ക് പോകാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷെ ഇനിയിപ്പോൾ കൊച്ചിന് വയ്യാതായതുകൊണ്ട് ഇനിയിപ്പോൾ അതും അവളെ കൊണ്ട് പോയാൽ ശരിയാകത്തില്ല. ഇനിയും വൈകിട്ടാകുമ്പോൾ തണുപ്പാവും. കുറേ ദിവസം ഇച്ചിരി തണുപ്പായിരുന്നു. നല്ല വെയിൽ വന്ന് പിന്നെ തണുപ്പായി, മഴയായി. അങ്ങനെ സീസൺ ഒരു സ്റ്റെബിലൈസ് ആവാത്തതിൻ്റെയാണ് അസുഖങ്ങൾ. ഹലോ, ചോറ് ചോറുണ്ടാക്കണ്ടേ? ചക്കുവിന് ചോറ് വേണോ?
വെക്കാം. പരിപ്പ് കറി വെക്കണം, പയറ് കറി വെക്കണം. ചക്കിരി വേണോ? നമ്മുടെ ചക്കിരി അല്ലേ? യോഗ ഇട്ട് ചോറ് വെക്കാം. പാട്ട് ഓടിക്കാം. പാട്ട് അമ്മ പാട്ട് ഓടിക്കട്ടെ. പനിയാന്ന് പറഞ്ഞില്ലേ? You want to take a bath? Yeah. Why? Okay. കരയാതെ. Okay. കരഞ്ഞ പനി പിടിക്കൂലേ? കരഞ്ഞ സിക്കാവൂലേ തന്നെ? ഓക്കെ. സിക്കാവൂലേടാ ഇതെല്ലാം. പനിയായിരുന്നെങ്കിലും കുളിക്കണം എന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചത് കാരണം ഞാൻ കുറച്ച് നേരം ടബിൽ വെള്ളമൊക്കെ നിറച്ച് അവിടെ പിന്നെ അതിനകത്ത് ഇരുത്തി അതിനകത്ത് അവർ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. വൈകുന്നേരം ചായ കുടി സമയം. പരിപ്പുവട, ചായ. അപ്പം അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഡേ ആഫ്റ്റർ നൈറ്റ് ഷിഫ്റ്റ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പിന്നെ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വെളിയിലൊന്നും പോയില്ല. പിന്നെ സൺഡേയും ആയിരുന്നു. 3 മണിയോടുകൂടി ഷോപ്പൊക്കെ അടയ്ക്കും. അതുകൊണ്ട് പിന്നെ 3 മണിയല്ലല്ലോ 4 മണി വരെയൊക്കെ ഷോപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങ് കിടന്നുറങ്ങി. പിന്നെ എനിക്ക് 3 days ഓഫാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇന്നൊന്നും ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ള ഡേയ്സിൽ ഇനി ബാക്കിയെല്ലാം ക്യാച്ചപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം. പിന്നെ വെളിയിൽ പോകണമെങ്കിൽ പോവാം. അതുകൊണ്ട് അത്രയേ ഉള്ളൂ എൻ്റെ ദിവസം. താങ്ക് യു ഫോർ വാച്ചിങ്.